പുടിനെ ചേർത്ത് നിർത്തി ട്രംപിൻ്റെ പടയോട്ടം തന്നെയായിരിക്കും, ഒരു തേരോട്ടം തന്നെയായിരിക്കും ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ നാം കാണേണ്ടി വരുന്നത്. സെലൻസ്കിയെ താഴെ ഇറക്കി അവിടെ റഷ്യയുടെ താല്പര്യത്തോടു കൂടി ഒരു ഭരണാധികാരിയെ കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് ട്രംപും കടക്കുന്നത്. അങ്ങനെ പുടിനും ട്രംപും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ലോകശക്തിയായി അമേരിക്ക വീണ്ടും ഒരുപടി മുന്നിലേക്ക് ഉയരുകയാണ്. യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത തെളിഞ്ഞു. അവസാനിപ്പിക്കാനായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയും അവസാനിച്ചു. ഒരു കാരണവശാലും ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നാണ് അമേരിക്കയും റഷ്യയും ഒരുപോലെ തന്നെ ചർച്ചയിൽ സമ്മതിപ്പിച്ചത്. എന്നാൽ ഈ സാഹചര്യത്തിൽ കടുത്ത എതിർപ്പുമായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രംഗത്ത് വന്നപ്പോൾ സെലൻസ്കിയെ രൂക്ഷമായി പരിഹസിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നുണ്ട്. സെലൻസ്കി സ്വേച്ഛാധിപതിയാണെന്നാണ് ട്രംപ് പറയുന്നത്. വേഗത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ രാജ്യം പോലും സെലൻസ്കിക്ക് നഷ്ടമാകുമെന്നാണ് തൻ്റെ ട്രൂത്ത് അക്കൗണ്ടിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വേണ്ട വിധത്തിലുള്ള തീരുമാനം കൈക്കൊണ്ടില്ല എങ്കിൽ സെലൻസ്കി പോലും ഇനി അവശേഷിക്കില്ല എന്നുള്ളതും ഒരു താക്കീതായി തന്നെ കൊടുത്തിരിക്കുകയാണ് ട്രംപ് ജീവിക്കുന്നത് റഷ്യൻ നുണകളിലാണെന്നാണ് സെലൻസ്കി പ്രസ്താവന ഇറക്കിയത്. അതിന് പിന്നാലെയാണ് അതിരൂക്ഷമായ വിമർശനം ഉയർത്തിയത്. 2022 റഷ്യ ആരംഭിച്ച അധിനിവേശത്തിന് ഉത്തരവാദി ഉക്രൈനാണെന്നും ഉക്രൈൻ നേതാവിന് പൊതുജനങ്ങളുടെ ഇടയിൽ 4% മാത്രമാണ് ഇപ്പോഴുള്ള അംഗീകാരമെന്നുമാണ് ട്രംപ് നേരത്തെ വിമർശിച്ചത്. ഈ യുദ്ധത്തെ നേരത്തെ അവസാനിപ്പിക്കാമായിരുന്നു. ഉക്രൈൻ്റെ ഭാഗത്തുനിന്നുള്ള പിടിപ്പുകേട് മൂലം തന്നെയാണ് ഇത് മുന്നോട്ട് പോയത്. ഇതിനുള്ള മറുപടിയായി തന്നെയാണ് സെലൻസ്കി റഷ്യൻ നുണകളിൽ ട്രംപ് ജീവിക്കുന്നുവെന്ന് പറഞ്ഞതും അസത്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്നും തിരിച്ചടിച്ചത്. ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയിലേക്ക് ഉക്രൈന് ക്ഷണം കിട്ടാത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. പക്ഷേ ശരിയായ യാഥാർത്ഥ്യം എന്തെന്നാൽ അമേരിക്കയും റഷ്യയും ചേർന്ന അനുനയത്തിലേക്ക് എത്തുകയും പുടിനും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. 2025 ഫെബ്രുവരി 17 യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച അമേരിക്കയുടെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിൽ വെച്ച് നടന്നത്. യുഎസിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ ചർച്ച. ഉക്രൈനുമായി ആലോചിക്കാതെയുള്ള സമാധാന ഉടമ്പടി അംഗീകരിക്കില്ല എന്ന് വോളോഡിമിർ സെലൻസ്കി അന്ന് പ്രതികരിച്ചു. എന്നാൽ റഷ്യ US ഉച്ചകോടി ഉയർന്ന നിലവാരം പുലർത്തിയെന്നാണ് പുടിൻ ഇതിന് ശേഷം പറഞ്ഞത്. പുടിൻ്റെ ഭാഗത്തു നിന്നും അനുഭാവപൂർവമായ ഒരു സൂചന നൽകുന്നു. സാമ്പത്തിക വിഷയങ്ങൾ, ഊർജ്ജ വിപണികൾ, ബഹിരാകാശം, മറ്റു മേഖലകൾ എന്നിവയിലൊക്കെ തന്നെ അമേരിക്കയും റഷ്യയും സഹകരിച്ച് മുന്നോട്ട് പോകുന്നുവെന്നാണ് പുടിൻ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകത്തെ ആകമാനം പിടിച്ചുകുലുക്കിയ ഈ വിഷയം അത് അവസാനിപ്പിക്കാനായി സാധിക്കും. ലോക സമാധാനം പുലരാനായി ഇത് വലിയൊരു തീനാളമായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. ഉക്രൈനും യൂറോപ്പും ചർച്ചകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതോടെ പുടിന് അനുകൂലമായ ഒരു സമാധാന കരാറായിരിക്കും ട്രംപ് സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നാറ്റോയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യം. അവരുടെ പ്രാധാന്യം പോലും ഇല്ലാതാക്കിയിരിക്കുന്നു ഒരൊറ്റ ചർച്ചയിലൂടെ പുടിൻ.